ആന്റി, ആന്റി എന്താ ഇവിടെ? നന്ദ, ആരാ ഇവള്? ആ, ഇതെന്റെ ഫ്രണ്ട് ഇസബല്ല. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ദേവിയുടെ ഫ്രണ്ടാ. ദേവിക അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നത്? നന്ദ, ഇതാരാ? എന്റെ ആന്റിയാ, ബെല്ലാമനങ്ങളുടെ ഭാര്യ. ഓ, ഹലോ ആന്റി. എനിക്കറിയാം, മരണപ്പെട്ടു പോയ മീരയുടെ അമ്മയല്ലേ? ഞങ്ങളിപ്പോൾ സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷന് വന്നതാ. എവിടെയൊക്കെ വെച്ച ഡിസ്കഷൻ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇതെന്താ? ഇങ്ങോട്ട് നോക്കി. എന്താ ഇവിടെ പരിപാടി? രണ്ടുപേരും കൂടി ഇവിടെ എന്താ പരിപാടി? കാറിനകത്ത് എന്താണെന്ന്? അതെ, മാന്യവും മര്യാദയുള്ള ആൾക്കാരാ ചുറ്റിലും. അതിനോ? ഇതൊക്കെ വീട്ടിൽ ബെഡ്റൂമിലായിക്കോളണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവിടെ ഈ പരിപാടി കാണിച്ചാലുണ്ടല്ലോ, രണ്ടിനെയും പിടിച്ച് പോലീസിലേപ്പിക്കും. എന്താടാ ഇത്? ഇതെന്താന്ന്? കാറിൽ നിന്ന് അനാവശ്യം കാണിച്ചിട്ട് ഇങ്ങോട്ട് തട്ടിക്കയറുന്നോ? എന്ത് സൂക്ഷിക്കാനോ? ഇല്ലെങ്കിൽ ഒരു സ്ഥലവും കിട്ടിയില്ല. അനാശാസ്യം കാണിക്കാൻ. ഇതും ഡിസ്കഷൻ ആയിരുന്നോ? അതെ, അതും ഡിസ്കഷന്റെ ഭാഗം തന്നെയായിരുന്നു. ഞാൻ ഇയാളോടല്ല സംസാരിക്കുന്നത്. നന്ദൻ എന്റെ മോനെ പോലെയാ. നേരായ വഴിക്ക് ഇവനെ കൊണ്ടുപോകേണ്ടത് എന്റെയും കൂടെ ചുമതലയാ. വഴി തെറ്റിയവരെയല്ലേ നേരായ വഴിക്ക് കൊണ്ടുവരേണ്ടത്? നന്ദൻ കൃത്യമായ വഴിയിൽ നടക്കുന്ന ഒരാള്. ഞാൻ കുട്ടിയോടല്ല സംസാരിക്കുന്നത്. നന്ദ, സോഷ്യൽ മീഡിയയിൽ നിനക്കെതിരെ വരുന്ന വാർത്തകൾ ദേവികയെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയോ? നീ വന്നേ, നമുക്ക് വീട്ടിൽ പോവാം. നന്ദ, വാ. ആന്റി, നന്ദൻ എങ്ങും വരുന്നില്ല. ആന്റിയെ കൈവിട്ടെ. നിങ്ങളെപ്പോലുള്ളവര് എല്ലാം വൃത്തികെട്ട കണ്ണുകൊണ്ടേ കാണൂ. നല്ല ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന അവിഹിതം. കണ്ടില്ലേ, ഇവിടെ നമ്മുടെ പുറകെ വന്നിരിക്കുക. ഞാൻ ആരുടെയും പിറകെ വന്നതൊന്നുമല്ല. നന്ദ, തനുജയുടെ ഒരു കൂട്ടുകാരി ഇവിടെയുണ്ട്, അഞ്ജലി. അവളെ കാണാൻ വന്നതാ. നിങ്ങൾ നേരത്തെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനി എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഹോട്ടൽ മുറിയിലെ ഫ്രണ്ട്ഷിപ്പ് അംഗീകരിക്കാൻ പറ്റില്ല. പാവം ദേവിക, അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് വ്യക്ത. MLA ആയതുകൊണ്ട് ഭർത്താവ് എവിടെ പോണെങ്കിലും ഉത്തരവ് വാങ്ങിക്കണമെന്നാണോ? നല്ല ഫ്രണ്ടാണല്ലോ നിന്റെ കൂടെയുള്ളത്. ഓ, നിങ്ങൾ വലിയ മാന്യതയുള്ള സ്ത്രീയാണല്ലോ. അപരിചിതരായവരുടെ റൂമിലോട്ട് ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ കടന്നു വന്നിട്ട് വെറുതെ വർത്താനം പറയുന്ന കേട്ടില്ലേ? പ്ലീസ്, കൂടുതൽ സംസാരിച്ചാലേ ശരിയാവില്ല. നന്ദ, നീ വന്നേ, പോവാ നമുക്ക്. നന്ദൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അത് നീയല്ല തീരുമാനിക്കേണ്ടത്. നന്ദ, നീ വന്നേ. ആന്റി, ആന്റി ഇതിൽ ഇടപെടണ്ട. ആന്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടായിക്കോ, ബെല്ലയോട് വേണ്ട. ഈ പ്രായത്തിന്റെ പ്രശ്നമാ. ചെറുപ്പക്കാര് കളിച്ചും ചിരിച്ചും വരുന്നത് കാണുമ്പോ ഒരു കണ്ണുകടി. അതാ അസുഖം. നിർത്തടി. എനിക്കിതിന്റെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ ആരും അല്ലാത്തവളാ ഇവിടെ നിൽക്കുന്നതേ എന്റെ തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മോനെ പോലെ കരുതി ഇവന്റെ മുന്നില് ഞാൻ ഈ ആക്ഷേപം കേൾക്കേണ്ടി വന്നല്ലോ. ഒന്നും പറയുന്നില്ല. പ്ലീസ്.